പറയും. പുതിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചാലിയം ബീച്ച് ഒന്നുകൂടെ ഉഷാറാക്കാണ്. എന്നുവെച്ചാൽ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക ഗവൺമെന്റിന്. ഇപ്പോൾ ഗവൺമെന്റിന് കണ്ടെടുത്തിട്ട് കാര്യമില്ലടാ. അതെ, ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ആദ്യം നമ്മളെ റോഡ് നന്നായി തന്നെ. റോഡ് പണി നടക്കണ്ടല്ലോ. പണി നടക്കണം, അത് ഒച്ചയിണ മാറ്റിക്കാണ്. ഒച്ചയേ? അത് അങ്ങനെയുള്ള പണി നടക്കണത്. അപ്പൊ ആമി ഒച്ച തമ്മിലെന്താ മാറ്റം? ആമി കണക്കാണ്. നമുക്ക് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മളെ ഗ്യാസ് കോണ റോഡ് ഏത് രീതിയിൽ പണി ഇത് പോകണം, ഹൈടെക് പരിപാടികളിലൂടെ മുന്നോട്ട് പോകണം. ഹൈടെക്കിന് ആകെ 3.5 കോടിയുള്ള അതിനുള്ളൂ. 3.5 കോടി 30 ആൾക്കാരെ ഉള്ളു അവിടെ. 30 രൂപ പണിക്കൂലി കൊടുക്കുന്ന ആൾക്കാരെ ഉള്ളു അവിടെ. എത്ര 10 കോടി അവിടെ പണിക്കാരും പലകയില്ലെന്ന് പറഞ്ഞു. അത് ഒരു പലക കൂടി ഒരു പലക വാർത്തിട്ടാണ് അപ്പുറത്ത് കൊണ്ടേക്കാൻ. ആ പലക എടുത്തുകൊണ്ടേക്കാനേ. മറ്റേ ബാർബർ ഷോപ്പ് കയറിയപ്പോൾ ഒരു കത്രികാരൻ്റെ മുടി ഇട്ടിട്ടാണോ ഒരു മോട്ടറുള്ള ബാർബർ ഷോപ്പ് കയറി ഒരു പേരെ വാർക്കാനുണ്ടാവും 10 ആൾക്കാർ. അതുപോലും ഇല്ലാത്തതിനും വല്ല റോഡിന്റെ പരിപാടിക്ക്. അപ്പൊ ഇയാൾ എവിടെയുള്ള കോൺട്രാക്ടറാണോ? അത് നമുക്കറിയില്ലടാ. നമുക്ക് എന്താ അറിയാപ്പോ നിലവില് റോഡിനെ കുറിച്ച്? എന്താ റോഡ് ടാർ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് വണ്ടിയായിട്ട് പോകാം. അത് മാത്രമേ. അത് സൗദിയിൽ പോയില്ല അങ്ങനെ? നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് നിങ്ങളെ പ്ലാന്? എന്ത് ചെയ്യാനാ വെച്ചാൽ താടി ഷേവ് ചെയ്തു. ഇനി മുടി ഒന്ന് സൈഡ് കട്ട് ചെയ്യണം. മുടി അതല്ല റോഡിനെ പറ്റി അങ്ങനെ പറയും. ഞാൻ എന്ത് ചെയ്യാനാ പരിപാടി എന്നപ്പോ റോഡ് എന്തോലും വഴി കെട്ടടാ. ഓൾക്ക് കയ്യൂലടാ. കയ്യുമ്പോൾ ഒരു കാര്യമില്ലല്ലോ. ഇതിപ്പോ ചോറ് കഴിച്ചൊന്നല്ലല്ലോ എത്ര സ്പീഡ് കൂട്ടാൻ. ശരിയാണ്. പക്ഷെ നിങ്ങൾ 5 കൊല്ലമായിട്ട് പോയത് അനുഭവിക്കുന്നുണ്ടല്ലോ. 5 കൊല്ലം അനുഭവിച്ച 5 ആഴ്ച ഫീസ് അനുഭവിച്ചാൽ പണി. ഈ കൂട്ടക്ഷരം പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതെന്താണ് ഇപ്പൊ? എല്ലാം വൃത്തിയാക്കിട്ട് ABC അങ്ങനെ പറയാൻ പറ്റൂല. ഇംഗ്ലീഷ് പറയേണ്ടത് സംശയം പറയില്ല. ഈ റോഡുമായി ബന്ധപ്പെട്ട അധികാരികളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അധികാരികളോട് പറയല്ലേ, പലകന്റെ എണ്ണം കൂട്ടുക, കുറച്ച് പണിക്കാരും പാടി ഇടുക, ഒരു സൈഡ് മെറ്റിലടിച്ചുമ്പോൾ ഒരു സൈഡ് വാർക്കൽ തുടങ്ങണം. 2 കൈക്കോട്ടുള്ളൂ പറഞ്ഞു. 2 കൈക്കോട്ട് ഞാൻ വേണമെങ്കിൽ 4 വാടക. കോൺക്രീറ്റ് നനക്കണ പരിപാടിയില്ല. കടലിൽ കുറച്ച് വെള്ളം അടിച്ചാൽ നമ്മുടെ നാട്ടിൽ തോന്നുന്ന ശല്യാണ്. മാണി അടിച്ചാൽ മാണ്ടി അടിച്ചണ്ട. അല്ല, ഇവിടെ ഇഷ്ടമാതിരി വെള്ളം ഉണ്ടല്ലോ കടലിൽ. ഇതെന്താണെന്ന് അറിയാലോ? ഒന്ന് ഇവിടെ മാന്തും, മാന്തിയിട്ട് പിന്നെ തുമ്പി കൈ കൊണ്ട് അപ്പുറം കൊണ്ടുപോകും. എന്നിട്ട് അവിടെ മാന്തും. എന്നിട്ട് 3ാമത് മാന്തുമ്പോഴാണ് ഫസ്റ്റ് മാന്തി. 2ാമത്തെ മാന്തി വിട്ടാൽ കോൺക്രീറ്റ്. അപ്പോഴും ഫസ്റ്റ് മാന്തി അവിടെ കിടക്കാണ്. പിന്നെ 4ാമത്തെ വാങ്ങിയിട്ടേക്കാണ് ഫസ്റ്റത്തെ കോൺക്രീറ്റ് ചെയ്യാൻ നിൽക്കുക. ഇത് വൈക്ക് പോണില്ലേ? ഓർക്കിപ്പോ ഗ്യാസിന്റെ അവിടെ തുടങ്ങി അങ്ങനെ വൈക്ക് പോയാൽ മതി. അല്ലെങ്കിൽ മുള്ളന്മാരം തുടങ്ങി വൈക്ക് ഇങ്ങനെ വന്നാൽ മതി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കി എന്നെ വെച്ചാൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? അത് നല്ലൊരു പോയിന്റ് ചോദ്യമാണ്. ഞാൻ ആദ്യം കിട്ടണ കായൊക്കെ ഗീസിക്കാക്കും ആദ്യം. അതിലിപ്പോ നമുക്ക് കാണിക്കാം. പൈസയാണ് മുഖ്യം. പൈസ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ സൗദി പോയി പൈസ ഇതന്നെയല്ലേ ഇപ്പോൾ ആളുകളും ചെയ്യുന്നത്. അതാണ് പൈസയുടെ മുഖ്യം. എല്ലാവരും കണക്കണത് ആരപ്പോ നല്ലില്ലേ? 100-99 പൈസ തന്നെയാണ്. ഒന്നുണ്ടാവും. അതിപ്പോ കണ്ടിട്ട് പണിയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിൽ ഉണ്ടോ? ഉണ്ടാവും. എത്ര ആൾക്കാരുണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? പിന്നെ ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പലക എല്ലാവരും എന്തിനാ നേരം 2 സീറ്റും 2 പണിക്കാരും വെച്ചിട്ട് തന്നെ അങ്ങനെ പോകും. അങ്ങനെ പോട്ടെ. എന്നാൽ പണി നടക്കണ്ടല്ലോ. അത് വലിയ കിട്ടലല്ലോ. 6 കൊല്ലം പണി നടക്കാതെ പോയില്ലേ? ഇപ്പൊ പണി നടക്കണ്ടല്ലോ. അത് പോയിന്റാണ്. പണി നടക്കാതെ നിൽക്കണമെന്നില്ലല്ലോ. പണി നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ. നമ്മള് പയ്യമാർക്ക് തന്നെ റോഡ് നന്നായിട്ട് പാസ്സായിട്ട് എഴുതിയാണ് നമ്മളിങ്ങനെ വരിക. ഒരു ഭാഗത്ത് നിന്ന് നടന്നു വന്നോട്ടെ. അപ്പൊ റെഡി അല്ലേ? ചാലിയം ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ 100 ഇവിടെ. 100 അല്ല, ഇത്രയും വലിയൊരു ബീച്ചില് ഈ ഒരു ചെറിയൊരു കോട്ടയും ഒരു കൈക്കോട്ടും കൊണ്ട് ഇതിപ്പോ എന്താ വെച്ചാല് നമ്മളവിടുത്തെ എഞ്ചിനീയറാണ് ഇവിടെ പണിയെടുക്കുന്നത് തോന്നുന്നുണ്ട്. അതെ. അല്ല, ഈ 2 മീറ്റർ പണിയെടുക്കാനും 3 ആൾക്കാർ, നമ്മളവിടെ വലിയൊരു റോഡ് പണിയെടുക്കാനും 3 ആൾക്കാർ. സംഭവം തോന്നുന്നുണ്ട്. അവിടുത്തെ എഞ്ചിനീയറിനെയാണ് ഇവിടെ. അതേ കാര്യം തോന്നുന്നുണ്ട്. അറബിയൊക്കെ നോക്ക്, ഒരു മൂട് പൊളിഞ്ഞ അറബിയും സംഭവം തന്നെയാണല്ലേ? സംഭവം തന്നെ ഇക്കാരം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിപ്പോ ഇത്രയും വലിയ റോഡും ഇത്രയും വലിയ ബീച്ചും പണിയെടുക്കാൻ ഈ 2 ആൾക്കാരെ കൊണ്ട് നടക്കും. ഇതൊക്കെ എന്ന് ഈ ബീച്ച് ആ തലവരെ മണ്ണിട്ടാണ് വന്നാനാണ് നോക്കെ ചെയ്യും. അത്രയും ദൂരം മണ്ണുകളൊക്കെ ഉന്തുവണ്ടി കൊണ്ടാ കാട്ടി കൊടുത്താൽ ഉന്തുവണ്ടി കൊണ്ടുപോണ്. ഉന്തുവണ്ടി മണ്ണ് കണ്ടു ആ തലക്ക് കൊണ്ടുപോണ് കാട്ടി കൊടുത്താൽ നമ്മളെ റോഡിന്റെ അവസ്ഥ അതേ സെയിം അവസ്ഥ തന്നെയാണ്. ഇവരെന്നെയാണോ അത്? അത് തോന്നുന്നുണ്ട്. 2 ഒരാളെന്റെ കീഴിലാണ് ഇത് ഏറ്റെടുത്തുകൊണ്ട് തോന്നുന്നുണ്ട്.